ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു, അല്പം നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു, കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണേ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് തട്ടിക്കൊടുക്കാവേ. ഇപ്പോൾ ഞാൻ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ തട്ടണുണ്ട്. തട്ടിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കപ്പുളിഞ്ചിക്ക് അച്ചാറിടാനാണേ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ അടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാരിമുളകും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയൊരു രീതിയിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉപ്പിടേണ്ടത്. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണേ. മിക്സ് ആക്കിയിട്ട് ഏതാണ്ട് ഒരു ഗ്ലാസ്സോളം വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. വിനാഗിരി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അത് ഒന്ന് വറ്റി വരണം. അതായത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണേ. വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പുളിഞ്ചിക്ക ഞാൻ കുതിർത്ത് അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തട്ടി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ തട്ടിയതിന് ശേഷം ഒരു സ്പൂണ് 2 സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതി. അതൊന്ന് ഇതിൻ്റെ പുളിപ്പൊന്ന് ടാലിയായി വരാൻ വേണ്ടിയാണ് മധുരം ഇടുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു പുളിഞ്ചിക്ക അച്ചാർ റെഡിയാവും. ഇത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ ബൈ.